ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 2. പ്രതിസന്ധിയിൽ ഒരുമിച്ച്. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. COVID-19 പ്രതിസന്ധി ആഞ്ഞടിച്ച സമയത്ത് കെല്ലി മസ്തിഷ്ക ക്യാൻസറുമായി പോരാടുകയായിരുന്നു. തുടർന്ന് അവളുടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും ചുറ്റും സ്രവം ഉണ്ടാകുകയും അവളെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കോവിഡ് കാരണം അവളുടെ കുടുംബത്തിന് അവളെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഭർത്താവ് ഡേവ് പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സന്ദേശങ്ങൾ എഴുതിയ വലിയ ബോർഡുകൾ ഉണ്ടാക്കാൻ ഡേവ് അവരോട് ആവശ്യപ്പെട്ടു. അവർ അങ്ങനെ ചെയ്തു. മാസ്ക് ധരിച്ച് 20 പേർ ആശുപത്രിക്ക് പുറത്ത് തെരുവിൽ ബോർഡുകൾ പിടിച്ചുകൊണ്ട് നിന്നു. മികച്ച അമ്മ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. ഒരു നേഴ്സിന്റെ സഹായത്തോടെ കെല്ലി 4-ാം നിലയിലെ ജനാലയുടെ അടുത്തേക്ക് പോയി. ഞങ്ങൾക്കാകെ കാണാൻ കഴിഞ്ഞത് ഒരു മുഖം മൂടിയും വീശുന്ന ഒരു കയ്യുമാണ്. അവളുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. എങ്കിലും അത് മനോഹരമായ മുഖം മൂടിയും വീശുന്ന കയ്യുമായിരുന്നു. തൻ്റെ ജീവിതാവസാനത്തിൽ റോമൻ തടവറയിൽ കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ഏകാന്തത അനുഭവപ്പെട്ടു. അവൻ തിമോത്തിയോസിന് എഴുതി, ശീതകാലത്തിനു മുമ്പേ വരുവാൻ ശ്രമിക്കാം. എങ്കിലും പൗലോസ് പൂർണ്ണമായും തനിച്ചായിരുന്നില്ല. കർത്താവോ എനിക്ക് തുണ നിന്നു, എന്നെ ശക്തീകരിച്ചു എന്ന് പൗലോസ് പറഞ്ഞു. മറ്റു വിശ്വാസികളുമായി അവന് പ്രോത്സാഹജനകമായ ചില സമ്പർക്കം ഉണ്ടായിരുന്നതായും വ്യക്തമാണ്. യൂബൂലോസും പുദേസും ലീനോസും ക്ലൗദ്യയും സഹോദരന്മാർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു, പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു. നാം സമൂഹമായി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അത് ഏറ്റവും തീവ്രമായി അനുഭവപ്പെടുന്നത് ഇന്ന് തനിച്ചായിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരാൾക്കു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചിന്തിക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ഏകാന്തത തോന്നിയത്? പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർപിരിയുന്ന സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത്? ദൈവത്തിന് മഹത്വം.